പോയതേയില്ല. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ഇപ്പം കേരളത്തിന് സമരം ശരി, നാടകമെന്ന് പറ, ഇവിടെ കേരളമാണോ? കേരളം, കർണാടക, ഡൽഹി, പഞ്ചാബ്, എല്ലാ സംസ്ഥാനങ്ങളും ഏതാണ്ട് ഒരേ ആവശ്യമായി ജന്തർ മന്ദറിലേക്ക് വരുന്നു. അവർ പറയുന്ന അതത് സംസ്ഥാനങ്ങളിലെ കാര്യമാണെങ്കിലും ഒരമ്മ പറ്റ മക്കളെ പോലെ എല്ലാവരുടെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നത് എല്ലാവരും പറയുന്ന കള്ളമാണെന്ന് വരുമോ ശ്രീ ബി ഗോപാലകൃഷ്ണൻ? ഞാൻ ആദ്യം താങ്കളുടെ ഇൻട്രോയെക്കുറിച്ച് പറയാം. ഹാഷ്മിയുടെ മുൻ സമരവീര്യം ഉണ്ടല്ലോ, SFIയുടെ ബസ് തല്ലിപ്പൊളിക്കുന്ന, പോലീസ് ജീപ്പ് തല്ലിപ്പൊളിക്കുന്ന മൂന്നാംകട സമരവീര്യത്തിൻ്റെ ആ ജ്വാല താങ്കളിൽ നിന്ന് ഇനിയും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളത് താങ്കളെ പ്രശംസിച്ചുകൊണ്ട് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ആ ഇൻട്രോയിലെ ആ സമരവീര്യം കൊള്ളാം. പക്ഷെ ഒരു കാര്യവും ലക്ഷ്മി, നിങ്ങളിവിടെ കിടന്ന് സമരവീര്യം ജ്വലിപ്പിച്ചതുകൊണ്ടോ പിണറായി വിജയൻ അങ്ങ് ഡൽഹി പോയിട്ട് ജന്തർ മന്ദറിൽ കുത്തിയിരുന്നതുകൊണ്ടോ ഒരു ചുക്കം സംഭവിക്കാൻ പോകുന്നില്ല. പിണറായി വിജയനൊരു തോന്നലുണ്ടാവും, ഞാൻ ഇന്ദ്രൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിലൂടെ ഊരിപ്പിടിച്ച വാളുകളും പരിചയമായിട്ടൊക്കെ നടന്ന അതൊക്കെ കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് പറഞ്ഞാൽ മതി. കേന്ദ്രത്തിൽ ഭരണം നടത്തുന്ന അമിത്ഷയോടും നരേന്ദ്രമോദിയോടും നിങ്ങൾ പോയിരുന്നിട്ട് ഇതൊക്കെ പറഞ്ഞാൽ അവരുടെ മുട്ടൊന്നും പറക്കില്ല, അവർ മൈൻഡ് പോലും ചെയ്യില്ല. കാരണം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. താങ്കൾ പറഞ്ഞല്ലോ, കേരളം മാത്രമല്ല, കർണാടക പോയി, പഞ്ചാബ് പോയി, ഡൽഹി പോയി എന്ന് പറഞ്ഞല്ലോ. ഈ പോയതൊക്കെ കള്ളന്മാരാ, അതറിയില്ലേ? ഈ പോയവരെല്ലാം നോട്ടീസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അഴിമതിയുടെ പേരിൽ നോട്ടീസ് കിട്ടാത്ത കൊള്ളാവുന്ന പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഈ ഇന്ത്യയിലുണ്ട്. അതിലേതെങ്കിലും ഒരു സംസ്ഥാനം പോയോ? ഈ കയ്യിൽ മുഴുവനും ഉണ്ടല്ലോ അഴിമതി നടത്തിയിട്ട് ഒന്നുകിൽ CBIയുടെ അല്ലെങ്കിൽ EDയുടെ, അതും അല്ലെങ്കിൽ നോട്ട് എണ്ണാനുള്ള മിഷ്യൻ ഈ കേന്ദ്ര ഏജൻസികൾ കൊണ്ടുവന്നിട്ട് അവർ നോട്ടെണ്ണി തഴമ്പിച്ച സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ് ഈ പോയതൊക്കെ. കൊള്ളാവുന്ന ഒരു പ്രതിപക്ഷ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രി പോയതായിട്ട് ഞാൻ അറിഞ്ഞില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു അവിടെ ജന്തർ മന്ദറിൽ പോയിരുന്ന് അതിശക്തമായ പോരാട്ടം. നിങ്ങൾ ജന്തർ മന്ദറിലേക്കൊന്നും പോകണ്ടെന്ന്. ₹1 കിട്ടാനുണ്ടെങ്കിൽ, നിയമപരമായി കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടും. നിങ്ങൾ ഈ കിടന്ന് ബഹളം വെക്കുന്നതിന് പകരം ഇപ്പോൾ എന്നോട് ഈ പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി താങ്കളിപ്പോൾ താങ്കളുടെ ഇൻട്രോയിൽ 1.5 കിലോമീറ്റർ നിങ്ങൾ സംസാരിച്ചല്ലോ. നിങ്ങൾ അവിടെ സമരം ചെയ്യാൻ പോയത് കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ. ഒരു വിഷയത്തിൽ കേന്ദ്രം ഇന്ന വിഷയത്തിൽ അവഗണിച്ചു, താങ്കൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ അതിന് മറുപടി പറയാം. നിയമപരമായിട്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് ഈ കേരള സംസ്ഥാനത്തിന് നിയമപരമായിട്ട് നീതി നിഷേധിച്ച ഒരെണ്ണം താങ്കൾ പറ, ഇല്ല സമ്പത്ത് പറ. ചോദിക്കട്ടെ, വെറുതെ വാചകം പറഞ്ഞോ. ചോദിക്കോ, ഞാൻ വെല്ലുവിളിക്കല്ലേ? നിങ്ങളെ വെല്ലുവിളിക്കാം, ചോദിച്ചോ. ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം നൽകുന്ന നികുതി ഞാൻ ചോദിക്കുന്നു. ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിന് നൽകുന്ന നികുതി ഒരു ₹100 എന്ന കണക്കിൽ ഒന്ന് ആലോചിക്കാം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, കർണാടകത്തിൽ കൊടുക്കുന്ന 100-ന് ₹13, തമിഴ്നാടിനാവട്ടെ ₹100 കൊടുത്ത് ₹29 കൊടുത്തു തരും, കേരളത്തിന് ₹63. ശരിയാണ്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിലാണ് കൂടുതൽ. ഉത്തരേന്ത്യയോട് നോക്കിയാലോ, ബീഹാറിന് ₹100 കൊടുത്താൽ കൊടുക്കുന്നത് ₹992. എത്ര ഇരട്ടിയാണ് ശ്രീ ഗോപാലകൃഷ്ണൻ? 9.9 ഇരട്ടി. ഉത്തർപ്രദേശിന് ₹100 എത്രയാണ്? ₹332.2. എത്രയാണ്? 3.3 ഇരട്ടി. മധ്യപ്രദേശിന് എത്രയാണ്? ₹100 പിരിച്ചു കൊടുത്താൽ തിരിച്ചു കിട്ടുക ₹279.3. വിവേചനമല്ലേ ബി ഗോപാലകൃഷ്ണൻ? അല്ല, വിവേചനമല്ല. എന്തുകൊണ്ടാണ്? 2 മിനിറ്റ് മുമ്പ് ഈ ഇവിടുത്തെ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ, ഇനിയിപ്പോൾ നിങ്ങൾ ഇടപെടരുത്, ഞാൻ ഉണ്ടായിരുന്നല്ലേ, ഞാൻ മറുപടി പറയട്ടെ. 2 മിനിറ്റ് മുമ്പ് നമ്മുടെ കോ പാനലിസ്റ്റ് എൻ്റെ സുഹൃത്താണ് ശ്രീ സമ്പത്ത്. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞു. ആ വിഷയം എന്താ? ഫെഡറലിസം. അതായത് ഫെഡറലിസം എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളെയും നമ്മുടെ ദേശീയ ശരാശരിയുടെ മുകളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഫെഡറലിസത്തിൻ്റെ ബേസ്. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ കൊടുക്കുക എന്നുള്ളതല്ല. സമ്പത്ത് പറയട്ടെ, ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന്. അതായത് എക്കണോമിക് കണ്ടീഷനിലാണ് ഞാൻ സംസാരിക്കുന്നത്. ആ എക്കണോമിക് കണ്ടീഷനുമായി ബന്ധപ്പെട്ട് 1947 ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെ ഈ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ ടാക്സുമായി ബന്ധപ്പെട്ടിട്ട് ഡെവല്യൂഷൻ കൊടുക്കാനുള്ള വിഹിതത്തിൻ്റെ നിർണയമുണ്ടായി. ആ നിർണയം
രൂപപ്പെടുത്തിയത് ധനകാര്യ കമ്മീഷനാണ്. ആ ധനകാര്യ കമ്മീഷൻ്റെ നിർണയത്തിൽ ഓരോ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകളെ എന്തുകൊണ്ടാണെന്ന് പറയൂ ശ്രീ ഗോപാലകൃഷ്ണൻ? മധ്യപ്രദേശ് 100 രൂപ പിരിച്ചു കൊടുത്താൽ തിരിച്ചു കിട്ടുന്നത് 279 രൂപയും നമ്മൾ 100 രൂപ പിരിച്ചു കൊടുത്താൽ തിരിച്ചു 63 രൂപ. എന്തുകൊണ്ടാണ് ഒന്ന് ബി ഗോപാലകൃഷ്ണൻ പറയാമോ? എന്തുകൊണ്ടാണെന്ന് പറയാമോ? നിങ്ങൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണെന്ന് പറയാമോ ബി ഗോപാലകൃഷ്ണൻ? പറയട്ടപ്പാ, ഞാൻ എന്തുകൊണ്ടാണെന്ന് പറയാനാണല്ലോ ഇരിക്കുന്നതിന്. നിങ്ങളിങ്ങനെ ഇടയിൽ ചോദിച്ചാൽ എൻ്റെ സമയം കളയരുത്. ദൈവത്തെ ഓർത്ത് താങ്കളൊന്ന് ക്ഷമിച്ചാൽ ഞാൻ അതിന് ഉത്തരേ പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. അപ്പോൾ ഈ ഫെഡറൽ സംവിധാനം അനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ശുചിത്വം, അവരുടെ ആരോഗ്യം, അവരുടെ സാമൂഹിക വ്യവസ്ഥിതി, ഇതിനെയെല്ലാം വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ ഓരോ സംസ്ഥാനത്തിൻ്റെയും ഇത്തരത്തിലുള്ള സാമൂഹിക അവസ്ഥകളെ വളർത്തിക്കൊണ്ട് ദേശീയ ശരാശരിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഒരു രാജ്യം, ഒരു രാഷ്ട്രം വികസിത രാഷ്ട്രമായി. കാലാകാലങ്ങളിൽ നിങ്ങൾ ഭരിക്കുന്നതല്ലേ മധ്യപ്രദേശ്? ശുചിത്വം സർ, കാലാകാലങ്ങളിൽ നിങ്ങൾ ഭരിക്കുന്നതല്ലേ മധ്യപ്രദേശ്? മധ്യപ്രദേശിന് ഈ പറയുന്ന എല്ലാ കുറവ് കാരണവും ഇത്രയും രൂപ കൊടുക്കുന്നതാണ് നിങ്ങളുടെ പരാജയമല്ലേ? നമ്മളത് സർ, താങ്കൾ ഈ പറയുന്ന മാനങ്ങൾ നേടി, അതുകൊണ്ട് നമ്മൾ കുറയുന്നു എന്ന് പറഞ്ഞത് വിവേചനമല്ലേ സാർ? ആഷ്മി, എന്നെ കൊണ്ട് നിങ്ങൾ സംസാരിപ്പിക്കുമോ അതോ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോണോ? നിങ്ങൾ സമാധാനപ്പെട്ട് ഞാൻ നിങ്ങളോട് വെല്ലുവിളിച്ചൊരു ചോദ്യം ചോദിച്ചു. വെല്ലുവിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളെന്നോട് ചോദിച്ചു. അതിനെ ആര് പറഞ്ഞു മറുപടി? ഞാൻ പറയണ പിന്നെ മറുപടി അല്ലേ? കേരളത്തിന് ആരോഗ്യരംഗത്ത് നിങ്ങൾ ബജറ്റ് എടുത്ത് വായിക്ക്. എന്റെ മറുപടി അല്ലേ ഇത്? കേരളത്തില് ആരോഗ്യരംഗത്ത്, ശുചിത്വ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് കേരളം വളരെ മുന്നിലാണ്. അപ്പൊ കേരളത്തിനേക്കാൾ താഴ്ന്നു നിൽക്കുന്ന ആരോഗ്യ മേഖലയ്ക്ക് പൈസ പോവും. അത് യുപിയും മധ്യപ്രദേശും ഒറീസയും ഒക്കെ ആവും. അപ്പോൾ അവിടെ കൂടുതൽ പോവും. ഡെവല്യൂഷൻ കൊണ്ടുവന്നത് നരേന്ദ്രമോദിയല്ല, 15ാം ധനകാര്യ കമ്മീഷൻ ഈ കാലഘട്ടത്തിൽ വന്നു. ഇതിനു മുമ്പ് വന്ന ധനകാര്യ കമ്മീഷനാണ് ഡെവല്യൂഷൻ കൊണ്ടുവന്നത്. ആ ഡെവല്യൂഷന്റെ 4 ഘടകങ്ങളുണ്ട്. ആ 4 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ റേഷ്യോ കൊണ്ടുവന്നു. ആ റേഷ്യോ കൊണ്ടുവന്ന് ഞങ്ങള് എത്രയാണ് നികുതിയുടെ വിഹിതം? ഞാൻ പറഞ്ഞുതരാം. പിരിക്കുന്ന നികുതിയുടെ എത്ര പെർസെന്റേജാ സംസ്ഥാനത്തിന്? നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്നത് പറഞ്ഞു വരട്ടെന്ന്. ഞാൻ ഇതല്ല നിങ്ങളോട് ചോദിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം താങ്കൾ പറഞ്ഞതുപോലെ വികസിച്ചു, ശരി. നമ്മുടെ സംസ്ഥാനത്തിന് പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനത്തിൽ ദേശീയ ശരാശരി 60% അധികമുണ്ട്, ശരി. അതുകൊണ്ട് നമ്മൾ ശിക്ഷിക്കപ്പെടാൻ പാടുണ്ടോ? നിങ്ങൾ ഭരിച്ച മധ്യപ്രദേശ് ഇതൊന്നും ഇല്ല. അതുകൊണ്ട് അതിന്റെ പാവഭാരം നമ്മളേക്കാൻ പാടുണ്ടോ? സർ, ഏക സിവിൽ കോഡ്, 1 റാങ്ക് 1 പെൻഷൻ, ഏകത, ഏക ഭാഷ എന്നൊക്കെ ഏകതയല്ലേ നമ്മുടെ കൺസെപ്റ്റ്? അപ്പൊ ഇതിൽ ഏകത വേണ്ടേ? ഞാൻ ഈ പറയുന്നു, നിങ്ങൾ പറയും നമ്മൾ രണ്ടാമത്തെ പോയിന്റ്. ആദ്യത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണെന്ന് ഈ ധനകാര്യ കമ്മീഷൻ വന്നത്. ആ ധനകാര്യ കമ്മീഷൻ വരുന്ന സമയത്ത് 59% കേന്ദ്രത്തിനും ബാക്കി 41% സംസ്ഥാനങ്ങൾക്കുള്ളൂ. നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. വെറുതെ ഇരുന്ന് വർത്താനം പറയാതെ ഒന്നാമത് പോയിട്ട് ഞാൻ ഇനി എന്നെ കൊണ്ട് വേറെ വല്ലതും പറയിപ്പിക്കരുത്. സാമ്പത്തിക കാര്യങ്ങൾ സംസാരിക്കും, അത് പഠിച്ചിട്ട് പറയണം. താങ്കൾക്ക് അറിയത്തില്ലെങ്കിൽ താങ്കൾ എന്നോട് ചൂടായിട്ട് കാര്യമുണ്ടോ? എന്റെ വളരെ ലളിതമായ ഒരു ചോദ്യത്തിന് താങ്കൾക്ക് നേർക്കുന്ന മറുപടി ഇല്ലെങ്കിൽ എന്നോട് ചൂടായിട്ട് കാര്യമുണ്ടോ? വളരെ ലളിതമായി ഞാൻ ചോദിക്കുകയാണ്. മധ്യപ്രദേശ് 100 രൂപ പിരിച്ചു കൊടുത്താൽ അവർക്ക് 279 രൂപ, കർണാടകത്തിന് 13 രൂപ. ഇത് വിവേചനമല്ലെന്ന് ചോദിക്കുമ്പോൾ താങ്കൾ ചൂടാവുകയാണ്. എന്റെ 3ാം കട രാഷ്ട്രീയം നോക്കി താങ്കൾ എന്നെ പേടിപ്പിക്കുകയാണ്. സർ, പേടിപ്പിച്ചത് കൊണ്ടോ ഭാഷ മോശമായതുകൊണ്ടോ ഉത്തരത്തിന് ഉത്തരം വേണ്ടേ? സർ, പേടിപ്പിക്കുന്നതുകൊണ്ടോ ഭാഷ മോശമാക്കിയതുകൊണ്ടോ ഉത്തരത്തിന് ഉത്തരം വേണ്ടേ? പറയില്ല, ഞാൻ എഴുന്നേറ്റ് പോകും. നിങ്ങൾ സമാധാനപ്പെട്ടിരുന്ന ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ധനകാര്യ കമ്മീഷനിൽ വളരെ കൃത്യം, ഞാൻ ഓരോ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിടയിൽ പറയാം, ധനകാര്യ കമ്മീഷൻ കൊണ്ടുവന്നത് BJP ഗവൺമെൻറ് അല്ല. ധനകാര്യ കമ്മീഷൻ കൊണ്ടുവന്നത് നെഹ്റു ഗവൺമെൻറ്റാണ്. നെഹ്റു ഗവൺമെൻറ് ധനകാര്യ കമ്മീഷൻ കൊണ്ടുവരുമ്പം 100 രൂപയിൽ എത്ര രൂപയാണ് കേന്ദ്രത്തിന്, അതായത് ടാക്സുമായി ബന്ധപ്പെട്ട ഓരോ സംസ്ഥാനത്തും പിരിക്കുന്ന ടാക്സ്, ആ സംസ്ഥാനത്ത് പിരിക്കുന്ന ടാക്സിൻ്റെ എത്ര പെർസെൻറ്റേജാണ് കേന്ദ്രത്തിന്, എത്ര പെർസെൻറ്റേജാണ് സംസ്ഥാനത്തിന് എന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്ക്. അത് 59%, ഒരു 41%. ഇതൊന്നും ഞങ്ങൾ കൊണ്ടുവന്നതല്ല. ദാറ്റ്സ് എ നമ്പർ 1. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 15ാം ധനകാര്യ കമ്മീഷൻ എടുത്ത 4 ഘടകങ്ങളുണ്ട്. ആ 15ാം ധനകാര്യ കമ്മീഷൻ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പിണറായി വിജയനുമായിട്ട് സംസാരിച്ചിട്ടല്ലേ തീരുമാനം എടുത്തത്? അന്ന് പിണറായി വിജയന് പറയാമായിരുന്നില്ലേ, ആഷ്മിക്ക് പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ, മിസ്റ്റർ വിജയ ഇത് കുഴപ്പമുണ്ടാവുന്നത്,
ജനസംഖ്യ അടക്കമുള്ള 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ ഡെവല്യൂഷൻ വരുന്നത്. 16ാം ധനകാര്യ കമ്മീഷന്റെ 3ാമത്തെ ചർച്ച കഴിഞ്ഞു അപ്പോൾ 2024 3 ചർച്ച കഴിഞ്ഞു. 15ാം ധനകാര്യ കമ്മീഷന്റെ 8 ചർച്ച കഴിഞ്ഞിട്ടാണ് ഈ 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ വരുന്നത്. ആ ശുപാർശയിൽ മോദി ഗവൺമെന്റിന് മോദിക്ക് എന്ത് പങ്കെന്ന് അതാണല്ലോ. നരേന്ദ്രമോദിക്ക് എന്ത് പങ്ക്? നരേന്ദ്രമോദിക്ക് പങ്കുണ്ട്. നരേന്ദ്രമോദിയുടെ പങ്ക് നമ്മുടെ ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ അധ്യക്ഷൻ ഞാൻ തീർക്കട്ടെ. 15ാം ധനകാര്യ കമ്മീഷന്റെ ചർച്ച നടക്കുന്ന സമയത്താണ് നമ്മളിത് പറയേണ്ടത്. എനിക്ക് കേരളത്തിന് 10 രൂപ കിട്ടുന്നതിൽ സന്തോഷമുള്ളൂ മിസ്റ്റർ ഹാഷ്മി. പക്ഷേ ധനകാര്യ കമ്മീഷന്റെ ചർച്ചയ്ക്ക് ഹാഷ്മി ഞാനും പോകുന്നില്ല. ധനകാര്യ കമ്മീഷന്റെ ചർച്ചയ്ക്ക് പോകുന്ന ആരാ? മുഖ്യമന്ത്രിയാ. ഈ ധനകാര്യ കമ്മീഷന്റെ ചർച്ചയ്ക്ക് പോകുമ്പോൾ 2016 ധവളപത്രം കയ്യിലില്ലേ? 2016 ധവളപത്രത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്ക്. 2016 ധവളപത്രത്തിൽ എന്താ എഴുതിയിരുന്നത്? വളരെ കൃത്യമായിട്ട് 2016 ധവളപത്രത്തിൽ പറയുന്നുണ്ട്. എന്ത്? 12, 13, 14 ധനക്കമ്മീഷനുകൾ കേരളത്തിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടിയിരുന്നു. 2016 ധവളപത്രത്തിൽ ചെലവും നിയന്ത്രണത്തിലും തനതു വരുമാനം കൂട്ടുന്നതിലും കേരളം പരാജയപ്പെട്ടു. ധനകാര്യ കമ്മീഷന്റെ ചർച്ചയിൽ എന്റെ ഒരു ബേസിക് ചോദ്യം ഇത് സൂക്ഷിക്കണ്ടേ സാർ? എന്റെ ഒരു ബേസിക് ചോദ്യം, ശരി ഇത് ഫിനാൻഷ്യൽ കമ്മീഷൻ തീരുമാനിക്കുന്നതാണ് എന്ന് വെച്ചോ. എന്താണ് ഇപ്പൊ ഇന്ധനം എന്താണ് പെട്രോൾ വില വർധനവിൽ കേന്ദ്രത്തിന് ഒരു റോളുമില്ല എന്ന് പറയുന്നത് പോലെ, ശരി ഓക്കെ, ഇത് 100% ഫിനാൻഷ്യൽ കമ്മീഷൻ തീരുമാനിക്കുന്നതാണെന്ന് വെക്കൂ. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ചോദിച്ചോട്ടെ, എന്താ അപ്പൊ ഇന്ധന വില വർധനവിൽ കേന്ദ്രത്തിന് പങ്കുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? ശരി, ഇന്ധന വില വർധനവിൽ കേന്ദ്രത്തിന് പങ്കില്ല എന്ന് പറയും മട്ടിൽ ഇതൊക്കെ തീരുമാനിക്കുന്നത് കേന്ദ്ര ഫിനാൻസ് കമ്മീഷനാണ് എന്ന് തന്നെ വെച്ചോളൂ ശ്രീ ബി ഗോപാലകൃഷ്ണൻ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ഈ പറയുന്ന ജനസംഖ്യാ നിയന്ത്രണത്തിൽ മെച്ചപ്പെട്ട രീതിയിൽ പുരോഗമിച്ച് അതിൽ നമ്മൾ ഗോൾ അച്ചീവ് ചെയ്തു. ഒന്ന്, നമ്മൾ താങ്കൾ നേരത്തെ പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തൊക്കെ നമ്മൾ കേരളം ബഹുദൂരം മുന്നിൽ പോയി. 2, 3 നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം ദേശീയ ശരാശരിയേക്കാൾ 60% മുകളിലേക്ക് പോയി. അത് കാരണം നമുക്ക് ഡെവല്യൂഷൻ കുറയുന്നു. അതൊന്നും ഇല്ലാത്ത കാരണം മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഒക്കെ ഡെവല്യൂഷൻ കൂടുന്നു. ആ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ കമ്മീഷൻ ആ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തണം എന്ന ആവശ്യം ന്യായമാണോ സി ബി ഗോപാലകൃഷ്ണൻ? പിന്നെ ന്യായമല്ലേ? ന്യായമാണ്. 15ാം ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് കേരളത്തിന് പ്രത്യേക അല്ല, ന്യായമാണ്. അതായത് ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കൂ. 15ാം ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് കേരളത്തിനുണ്ടാക്കിയിട്ടുള്ളതല്ല. കേരളത്തിനും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ധനകാര്യ കമ്മീഷൻ. ആ ധനകാര്യ കമ്മീഷൻ എടുക്കുന്ന ഘടകങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളുമായി സംയോജിച്ചിട്ടും എല്ലാ സംസ്ഥാനങ്ങളുമായി സംസാരിച്ചിട്ടും എല്ലാ സംസ്ഥാനങ്ങൾക്കും വളർച്ച ഉണ്ടാവാനും വേണ്ടിയാണ്. പക്ഷേ താങ്കൾ പറഞ്ഞു അല്ല, വ്യക്തമായി ഞാൻ പറയുന്നത് നമ്മുടെ ഈ ജനസംഖ്യാ മാനകം എടുക്കുമ്പോൾ നമ്മൾ നേടിയ നേട്ടം കൊണ്ട്, നമ്മൾ പെർ ക്യാപിറ്റ ഇൻകത്തിൽ നമ്മൾ നേടിയ നേട്ടം കൊണ്ട്, നമ്മുടെ ആരോഗ്യ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സാമൂഹ്യ, നമ്മുടെ ബാക്കി എല്ലാ മേഖലയിലും നമ്മൾ നേടിയ നേട്ടം കൊണ്ട് ഡെവല്യൂഷൻ കുറയുന്ന മാനദണ്ഡം പുനഃപരിശോധിക്കണം എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നത് നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞത് നടക്കാൻ പോകുന്നില്ല രണ്ടാമത്തെ കാര്യം. പക്ഷെ അത്തരത്തിലുള്ള ചിന്ത അത് പോസിറ്റീവ് ചിന്തയാണ്. അത് പോസിറ്റീവ് ചിന്തയാണ്. ഒരു തർക്കമല്ല, പോസിറ്റീവ് ചിന്തയാണ്. ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. ഞാൻ അത് തന്നെ പറഞ്ഞു. ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഡെവല്യൂഷനിൽ മാറ്റം വരുത്തണമെങ്കിൽ ചർച്ച ചെയ്യണം. യാതൊരു സംശയവും. ആ രീതിയിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യണം. അത് തന്നെ ചർച്ച ചെയ്യുമ്പോ ഒരു സെക്കൻഡ് ഞാൻ നിർത്താം. പക്ഷെ ഇത് ചർച്ച ചെയ്യാൻ അല്ല, ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടാണ്. കാരണം ഞാൻ നേരത്തെ സമ്പത്ത് പറഞ്ഞതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു വാക്ക് പറഞ്ഞോട്ടെ. സമ്പത്ത് പറഞ്ഞല്ലോ, സംസ്ഥാനങ്ങളുടെ കാര്യം. ഫെഡറൽ എന്റെ സമ്പത്തെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനം ഭരിക്കുന്ന പ്രസ്ഥാനം ഏതാ, സംഘടന ഏതാ? BJP കേന്ദ്രത്തിലെത്തിയതേ. ഓരോ സംസ്ഥാനങ്ങളും അവരവരുടെ രീതിയിൽ വളർത്തി ഞങ്ങളുടെ മാനിഫെസ്റ്റോ വേണം നിങ്ങൾ പരിശോധിക്കണം. സംസ്ഥാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത് മറ്റൊരു വിഷയം. താങ്കൾ പറയുന്നത് മറ്റൊരു വിഷയമാണ്. അത് കുറച്ചുകൂടി വിശാലമായി ചർച്ച. ഇപ്പോൾ സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് വളരണ്ടേ? സ്റ്റാലിൻ ഇന്നലെ പറയുന്നത് സ്റ്റേറ്റ് ഓട്ടോണമിയിലെ കാര്യങ്ങൾ പോകുന്ന തരത്തിലേക്ക് സംസ്ഥാനങ്ങൾ ശക്തിപ്പെടേണ്ടേ? അത് മറ്റൊരു വിശാലമായ ചർച്ച. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ എസ് സമ്പത്തിലേക്ക് മറുപടിക്ക് എത്തും. ഞാൻ ജ്യോതികുമാർ ചാമക്കാലും ചെറിയൊരു ഇടവേള.